നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുവേദികളിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ പിണറായിക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ മുഖാമുഖം പരിപാടി വെറും ഒരു ഊളത്തരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ ധാർഷ്ട്യവും ആജ്ഞാപിക്കലും മാത്രമാണ് നടക്കുന്നത്. കുറെ അടിമകൾ വന്നിരിക്കുന്നു, രാജാവ് തള്ളിമറിക്കുന്നു, അടിമകൾ കൈയടിക്കുന്നു. എതിർത്ത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു പോയാൽ അവൻ പടിക്ക് പുറത്താണ്. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തീരെ അങ്ങോട്ട് പിടിക്കില്ല. പ്രസംഗവേദികളിൽ അല്ലെങ്കിൽ പൊതുവേദികളിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിപ്പോയാൽ പോലും വഴക്ക് പറയും. ഇതാദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് പറയുന്നത്. മുഖ്യമന്ത്രി ഇൻസാഫിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോൾ താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ഇതായിരുന്നു അവതാരക പറഞ്ഞ ഒരു വാക്ക്. അത് അവരുടെ ജോലിയാണല്ലോ, ഒരാൾ പ്രസംഗിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല വാക്ക് പറയുക, അടുത്ത ആളെ വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് പിണറായി വിജയന് പിടിച്ചില്ല. ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങി അതിനുശേഷം സിനിമാ സ്റ്റൈലിലൊന്ന് തിരിഞ്ഞു നോക്കുന്നു. തൊട്ടു പിന്നാലെ അമ്മാതിരി കമൻറ്റ് വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി. ഇതായിരുന്നു ക്ഷോഭത്തോടെ മുഖ്യമന്ത്രി കമൻ്റ് ഇട്ടത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ചമ്മി നാറിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ലെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ സോറി പറയാനോ അയ്യോ രാജാവെ ക്ഷമിക്കണമേ എന്നൊന്നും പറയാൻ നിന്നില്ല. അവർ പുല്ല് വില പോലും കൊടുത്തില്ല. ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവർ അടുത്ത ആളെ വിളിച്ചു. റവന്യൂ മന്ത്രി കെ രാജനെ ക്ഷണിച്ചു. കെ രാജൻ വന്ന് നിന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അടുത്ത പ്രസംഗം നടത്തി പുള്ളിക്കാരൻ പോയി. മുഖ്യമന്ത്രി വഴക്ക് പറഞ്ഞിട്ടും ക്ഷോഭിച്ചിട്ടും എന്തുകൊണ്ട് അവതാരക പേടിച്ചില്ല? രാജാവിനെ കണ്ട് എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും അണികളെയും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പുല്ല് വില പോലും തരില്ല, അത് തന്നെയാണ് കാര്യം. ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലെത്തി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് തൻ്റെ വേദന പങ്കുവെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പുകഴ്ത്തലിലെ അപ്രിയത അറിയിച്ചു എന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ വിശ്വസ്തനുമായ എ റഷീദ് ആയിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്നത്. റഷീദിനോടാണ് മുഖ്യമന്ത്രി ഈ കമന്റിനെ കുറിച്ച് പറഞ്ഞത്. മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിലും ചടങ്ങിലുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനാണ് ഇന്ന് തുടക്കമായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ ഹാളിൽ നടന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. എന്ത് പുണ്ണാക്കിനാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നവകേരള സദസ്സെന്നും പറഞ്ഞുകൊണ്ട് കൊട്ടി ഘോഷിച്ച് ഒരു ബാലെ നടത്തി. കോടികൾ പൊടിച്ചതല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് കേരളത്തിലെ ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല. ഇതുകൂടാതാണ് ഇനിയിപ്പോൾ ഓരോ വിഭാഗങ്ങളെ ചെന്ന് കണ്ട് അവരുടെ ആവലാതിയും പ്രശ്നങ്ങളും കേട്ട് പരിഹാരം കാണുമെന്ന് തള്ളിമറിക്കുന്നത്. അല്ല, 7.5 കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ബാക്കിയുള്ള 2.25 കൊല്ലത്തിനുള്ളിൽ എല്ലാം അങ്ങ് ശരിയാക്കുമെന്നാണ് പറയുന്നത്. 7.5 കൊല്ലം കൊണ്ട് കഴിയാത്തത് ഈ 2.25 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു വലിയ ഉഡായിപ്പാണ്.